അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ഇറാത്തല്ലേ? ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് ചെറിയൊരു സംശയ നിവാരണം നടത്താനാണ് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ മര്യാദയുമായി ബന്ധപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പാത്രത്തിൽ വേസ്റ്റ് ഇടരുതെന്നോ അത് പുറത്തേക്ക് ഇടണമെന്നൊക്കെ കേൾക്കാറുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറയുകയാണെങ്കിൽ അത് നിരുപാധികം ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ ഒരാൾ മാത്രം ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അഥവാ ഇന്ന് അങ്ങനെയാണ് പൊതുവെ സംഭവിക്കുന്നതും നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്നത്, ഒരു പാത്രത്തിൽ ഒരാൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പക്ഷെ പണ്ടത്തെ ഒക്കെ രീതി എന്നുള്ളത് ചുറ്റും വരുന്ന ഒരു തളികയിൽ നിന്ന് കഴിക്കുക എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും ഉചിതവും അത് തന്നെയാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും. അപ്പം ഇങ്ങനെ സ്വന്തം ഒരു പ്ലേറ്റിൽ നിന്ന് ഒരാൾ കഴിക്കുന്ന സമയത്ത് ആ പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്തേക്ക് വേസ്റ്റ് വെക്കുന്നത് കൊണ്ട് വിരോധമില്ല, പ്രശ്നമില്ല. പക്ഷേ ഒരുമിച്ച് കൂടി ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ തന്നെ വേസ്റ്റ് വേറെ തന്നെ ഇടയിൽ പ്രത്യേക സുന്നത്തുണ്ട്. കാരണം ശ്രദ്ധിക്കേണ്ട മര്യാദകളിൽപ്പെട്ടതാണ്. കാരണം ഭക്ഷണ വേസ്റ്റ് ഭക്ഷണപാത്രത്തിൽ വെക്കാതിരിക്കലും മറ്റ് സ്ഥലത്തേക്ക് ഇടലും എന്നുള്ള എന്താണ് സുന്നത്തിലാണ്. എന്തെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇത് അങ്ങനെ തളികയിൽ തന്നെ ഇട്ടാൽ അത് ഭക്ഷണമാണെന്ന് കരുതി മറ്റുള്ളവർ തിന്നാനിട വരുമെന്നാണുള്ളത്. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പാത്രത്തിൻ്റെ സൈഡിലേക്ക് വേസ്റ്റ് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ തളികയിലൊക്കെ കൂട്ടമായിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് വേറെ തന്നെ വേസ്റ്റ് വേറെ തന്നെ ഇടൽ പ്രത്യേക സുന്നത്തുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അല്ലാഹു തആല പഠിച്ചതും ജീവിതത്തിൽ പുറത്താൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.